പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിലെ വ്യത്യസ്ത പൊസിഷനുകളിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുന്ന ആളുകളിലേക്കും അതേപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കും ഒരു പ്രത്യേകിച്ച് ഒരു മിനിമം ഏജ് അല്ലെങ്കിൽ മാക്സിമം ഏജസ് പറയപ്പെടുന്നുണ്ട്. സോ അത് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, നമുക്ക് അറിയാം, ഇപ്പോ റീസെന്റ് ആയിട്ട് ഇന്ത്യയിലെ 4ഓളം സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതില് എന്താണ് ഒരു MLA ആകാനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 25 വയസ്സാണ് അല്ലെ. 25 വയസ്സാണ് ഒരു MLA ആകാനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിന് മാക്സിമം ഏജ് ഉണ്ടോ? ഇല്ല. മാക്സിമം ഏജ് MLA ആകാൻ ഒരു മാക്സിമം ഏജ് ഇല്ല. സോ അതേപോലെ വ്യത്യസ്ത പൊസിഷനുകളിലേക്ക് എത്രത്തോളമാണ് ഏജ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ലോക്സഭയിലെ നമ്മുടെ പാർലമെന്റില് രണ്ട് സഭകളുണ്ട്, ലോക്സഭയും രാജ്യസഭയും. അതില് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സഭയാണ് ലോക്സഭ. ആ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 25 ആണ് അല്ലെ. 25 ഏജ് ആണ് ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം ഏജ് എന്ന് പറയാം. എന്നാൽ രാജ്യസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കാണോ? അല്ല. നമ്മള് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ മുഖാന്തരമാണ് രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യുന്നത്, മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതേപോലെ 12 മെമ്പേഴ്സിനെ പ്രസിഡന്റ് നേരിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സോ ഒരു രാജ്യസഭാ മെമ്പർ ആവാനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 വയസ്സാണ് അല്ലെ. 30 വയസ്സാണ് രാജ്യസഭാ മെമ്പർ ആവാനുള്ള മിനിമം ഏജ്. എന്നാലും പ്രസിഡന്റ് ആവാനുള്ള അല്ലെ, അതായത് ഇന്ത്യയിലെ ഹയസ്റ്റ് പേഴ്സൺ അല്ലെ, ഒന്നാം നമ്പർ പേഴ്സൺ, ആ പ്രസിഡന്റ് ആവുന്നതിനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 35 വയസ്സാണ്. 35 വയസ്സ് പൂർത്തീകരിച്ചാൽ മാത്രമേ പ്രസിഡന്റ് പൊസിഷനിലേക്ക് നമുക്ക് മത്സരിക്കാൻ സാധിക്കുള്ളൂ. എന്നാലോ വൈസ് പ്രസിഡന്റ് അല്ലെ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭയും അതേപോലെ വൈസ് പ്രസിഡന്റും രണ്ടാളും ഒന്നാണല്ലോ. സോ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസിഡന്റിനെ പോലെ തന്നെ 35 വയസ്സ് തന്നെയാണ്. ഓക്കെ. ഇനി അതേപോലെ ഗവർണർ അല്ലെ, യൂണിയനില് പ്രസിഡന്റ് ആണെങ്കിൽ സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഗവർണർ ആണ് അല്ലെ. അപ്പം സംസ്ഥാനങ്ങളിലെ ഒന്നാമത്തെ പേഴ്സൺ ഗവർണർ ആണ്. സോ എന്താണ് മിനിമം ഏജ് ഫോർ എ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35ആണ്. അപ്പൊ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെടുന്നതിനും വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെടുന്നതിനും ഗവർണറെ തെരഞ്ഞെടുക്കപ്പെടുന്നതിനും ആ വ്യക്തികൾക്ക് 35 വയസ്സ് എന്തായിരിക്കണം? പൂർത്തിയായിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഇനി MLA, നമ്മൾ നേരത്തെ പറഞ്ഞ MLA തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 25 വയസ്സായിരിക്കണം അല്ലെ. 25 വയസ്സായിരിക്കണം. അതേപോലെ MLC, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കേരളത്തിലില്ല, എന്നാലും കർണാടക, മഹാരാഷ്ട്ര, അതേപോലെ ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള ഹൈ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്, നമ്മുടെ പാർലമെന്റില് അതായത് യൂണിയനില് ലോക്സഭയും രാജ്യസഭയും ഉള്ളത് പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരിക്കും, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അവിടെയും ലോവർ ഹൗസും അപ്പർ ഹൗസും സ്റ്റേറ്റുകളിലേക്ക് വരും. അതായത് ബൈക്കാമറൽ സിസ്റ്റം യൂണിയനിൽ മാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ ബൈക്കാമറൽ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. സോ അവിടേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സാണ് കേട്ടോ. 30 വയസ്സാണ്. ഈ 30 വയസ്സ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള മിനിമം ഏജ് നമ്മൾ 30 വയസ്സ് പറഞ്ഞല്ലേ. ഓക്കെ. ഇനി മിനിമം വോട്ടിംഗ് ഏജ്, ഇന്ത്യയിലെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള മിനിമം ഏജ് എത്രയാണ്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം അല്ലെ. മുമ്പ് എത്ര ആയിരുന്നു? 21 ആയിരുന്നു. 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലൂടെയാണ് 18ആയിട്ട് ചുരുക്കിയിട്ടുള്ളത്. ഓക്കെ. ഇനി പഞ്ചായത്തുകൾ ഇലക്ഷൻ അല്ലെ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്കും ഒക്കെ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 21 ഏജ് ആണ്. ഓക്കെ. ഇനി മാക്സിമം ഏജ് ഫോർ ഹോൾഡിംഗ് ഓഫീസ് ഓഫ് പ്രസിഡന്റിന് മിനിമം ഏജ് എത്ര നമ്മൾ പറഞ്ഞു? 35 പറഞ്ഞു. ഇനി എത്ര വയസ്സ് വരെ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാം? ഓക്കെ. 60ആണോ, 65ആണോ, 70ആണോ? അല്ല, ഒരു ലിമിറ്റ് ഇല്ല. അതിനൊരു ലിമിറ്റ് ഇല്ല. ഒരു ഫിക്സ്ഡ് ഏജ് അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇനി റിട്ടയർമെന്റ് ഏജ് ഓഫ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെ, സുപ്രീം കോടതി ജഡ്ജായിട്ട് വിരമിക്കുന്നതിനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 65 വയസ്സാണ്. 65 വയസ്സായി കഴിഞ്ഞാല് ഒരു സുപ്രീം കോടതി ജഡ്ജി വിരമിച്ചിരിക്കണം. ഓക്കെ. ദെൻ ഹൈക്കോടതി ജഡ്ജി വിരമിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62 വയസ്സാണ് കേട്ടോ. 62 വയസ്സാണ്. സുപ്രീം കോടതിയിലേക്ക് 65 വയസ്സാണ്. ഓക്കെ. ഇനി മിനിമം ഏജ് ടു ബിക്കം എ ജഡ്ജ് ഓഫ് സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 65 വയസ്സിൽ അദ്ദേഹം റിട്ടയർഡ് ആണെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതിനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ
അതിനൊരു ഫിക്സ്ഡ് ഏജ് ഇല്ല കേട്ടോ, ഒരു ഫിക്സ്ഡ് ഏജ് ഇല്ല. പക്ഷെ അതിന് ചില ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ പൂർത്തീകരിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഇനി ഹൈക്കോടതി ജഡ്ജിനും അതേപോലെ തന്നെയാണ്, ഒരു ഫിക്സ്ഡ് ഏജ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ അല്ലെ, ഓഡിറ്റ് ജനറലിന്റെ റിട്ടയർമെന്റ് ഏജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65 വയസ്സാണ് കേട്ടോ, 65 വയസ്സാണ്. ഇനി ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് നോക്കുകയാണെങ്കിലോ, ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ CAGന്റെ പോലെ തന്നെ 65 വയസ്സ് തന്നെയാണ് കേട്ടോ. ഇനി അറ്റോർണി ജനറൽ അല്ലെ, ഹയസ്റ്റ് ലോ പേഴ്സൺ ആണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ അറ്റോർണി ജനറലിന് മിനിമം ഏജ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫിക്സ്ഡ് ഏജ് ഇല്ല. അദ്ദേഹത്തിന് മാക്സിമം ഏജ് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിക്സ്ഡ് ഏജ് ഇല്ല. ഓക്കെ. അപ്പൊ ഒരു മിനിമം ഏജും ഇല്ല, ഫിക്സ്ഡ് മാക്സിമം ഏജും ഇല്ലാത്ത ഒരു ഓഫീസ് ബാരിയർ ആണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി ചീഫ് മിനിസ്റ്റർ അല്ലെ, ചീഫ് മിനിസ്റ്റർ ആവണമെങ്കിലുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എന്താണ്? അദ്ദേഹം ഒരു എന്തായിരിക്കണം? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആയിരിക്കണം എന്നുള്ളത് അല്ലെ. അപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലിത്തെ മിനിമം ഏജ് എത്രയാണ് പറഞ്ഞത്? നമ്മൾ 25 പറഞ്ഞത്. ഇനി അത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമുള്ള സ്ഥലങ്ങളിൽ കേട്ടോ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരിക്കണം, അസംബ്ലിയിലെ മെമ്പർ ആയിരിക്കണം മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. MLC ഉണ്ടെങ്കിൽ MLC മെമ്പേഴ്സിനും എന്തായിരിക്കാൻ സാധിക്കും? ചീഫ് മിനിസ്റ്റർ ആയിരിക്കാൻ സാധിക്കും കേട്ടോ. ഇനി മിനിമം ഏജ് ഫോർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ 25 വയസ്സാണ്. പ്രൈം മിനിസ്റ്ററുടെ മിനിമം ഏജ് എത്രയാണ്? അതേപോലെ തന്നെ 25 വയസ്സാണ്. നമ്മളെ ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 25 എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ലോക്സഭയിലത്തെ മെമ്പേഴ്സിന് മാത്രമാണോ ഒരു പ്രൈം മിനിസ്റ്റർ ആവാൻ സാധിക്കുക? അല്ല, രാജ്യസഭയിലത്തെ മെമ്പേഴ്സിനും പ്രൈം മിനിസ്റ്റർ ആവാൻ സാധിക്കും കേട്ടോ. ഇനി വോട്ടിംഗ് ഏജ് റെഡ്യൂസ് ഫ്രം 21 to 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എത്രയാണ്? 61ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ് 21 നിന്ന് 18 വയസ്സിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നത്. ഓക്കെ. ഇനി ഒരു MLA ഏജ് സെയിം ആസ് ഇങ്ങനെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. MLA ഏജ് രാജ്യസഭ MPസിന്റെ ഏജിന് തുല്യമാണോ? അല്ല, ഇവിടെ രാജ്യസഭ MP 30 പറഞ്ഞ്. ലോക്സഭയുടെ MP തുല്യമാണോ? അതെ അല്ലെ. 25 വയസ്സാണ് ലോക്സഭയുടെ MPക്ക് ഉണ്ടാവേണ്ടത്. അത് MLA ഏജും തുല്യമാണ്. ഓക്കെ. ഇനി MLCയിലെ നോക്കുകയാണെങ്കിലോ, ലോക്സഭയുടെ തുല്യമാണോ? അല്ല. MLA ഏജിന് തുല്യമാണോ? അല്ല. പഞ്ചായത്തിലെ ഇതിന് തുല്യമാണോ? അല്ല. ഇവിടെ എത്ര? 21, MLA 25, ലോക്സഭ 25. രാജ്യസഭയാണ് എത്ര? 30 പറയുന്നത്. MLCക്ക് തെരഞ്ഞെടുക്കാനുള്ള എത്രയാണ്? 30 പറയുന്നത്. ഓക്കെ. നമുക്ക് ഷോർട്ട് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്സഭയിലും അതേപോലെ സ്റ്റേറ്റുകളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെയും 25 വയസ്സാണ്. രാജ്യസഭ MLC 30. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ 35 വയസ്സാണ്. വോട്ടിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ 18. സുപ്രീം കോടതി ജഡ്ജിന്റെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ 65. ഹൈക്കോടതി ജഡ്ജിന്റെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം ഓർമ്മയുണ്ടെന്ന് കഴിഞ്ഞാല് അതിൽ നിന്ന് ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യം ചോദിക്കാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഭാഗം ഓർമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കാം. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.